അപ്പോൾ സ്ഥലം വന്ന്. ഹലോ, എങ്ങോട്ടാണ് യാത്ര? എങ്ങോട്ടാ യാത്ര? എവിടെയാണ് പറ? യെസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുകൊണ്ട് അവർ ഫ്രണ്ട് ചെയ്ത് പോകുന്നുണ്ടല്ലേ. എങ്ങോട്ടാണ് യാത്ര? പോയിട്ട് കാണിച്ചത്. യെസ്, അപ്പോൾ എന്തായാലും സ്പോട്ട് എത്താൻ അറിയണ്ടോ. ഇങ്ങനെ ഒരു കിടില സ്പോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് തന്നെ, പക്ഷെ അത് ഇതിൽ കാണാൻ പറ്റില്ല ക്യാമറയിൽ. യെസ്, നമ്മളെ കണ്ണിൻ്റെ ആ പവർ ക്യാമറ കിട്ടില്ല. അപ്പോൾ നമ്മളൊരു എങ്ങനെ നല്ല മലനിരകളാണ്, പക്ഷേ അങ്ങോട്ട് കുഴിയാണ്. യെസ്, അതായത് ഒരുപാട് മീനുകൾ വളർത്തുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നത് വേറെ സ്പോട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പുള്ളി കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്തല്ല കാണാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ, കാണിച്ചു തരാം. കണ്ടോ, ഇത് വലിയ പാറമട കുളമാണ്. ഈ കുളത്തിലാണ് കൂടുതൽ മീനൊക്കെ ഉള്ളത്. അപ്പുറത്ത് കുറച്ച് മീനുകളുണ്ട്, വരാല്, സിലോപ്പി ഓക്കെ, സിലോപ്പി അല്ല സിലോപ്പി. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ക്യാമറയിൽ ഷോർട്ട് വീഡിയോയും ഫോണിൽ വ്ളോഗും. യെസ്, വ്ളോഗും. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. പക്ഷെ നല്ല കണ്ടോ, അതിൻ്റെ മുകളിൽ. അപ്പോൾ മനസ്സിലായി, സ്പോട്ട് മനസ്സിലായല്ലോ. യെസ്, കമ്മൺ ആദി തിരിച്ചു പോകും, ഡേഞ്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ കുറച്ച് അങ്ങോട്ട് തന്നെ നമ്മൾ തേടി വന്ന സാധനം കിട്ടുമെന്ന് അറിയണം. അതിന് വേണ്ടിയുള്ള തത്രപ്പാടാണ്. ആദ്യം എവിടെ ഓടണേ? ആ വഴി ക്ഷേത്രത്തിലോട്ട് പോണ വഴി. ഈ വഴി ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഇത് ഞങ്ങളുടെ കുഞ്ഞ് യാത്രയ്ക്കുള്ള വഴി. എൻ്റെ സ്ഥലം റബ്ബർ തോട്ടമാണ്. നമ്മുടെ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു കിടിലൻ റബ്ബർ തോട്ടമുണ്ട് അല്ലേ, കൊള്ളാമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രമാണ്, തൊട്ടടുത്താണ്. കീർത്തി ഇവിടെ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. യെസ് അല്ലേ, ആദ്യമായിട്ടാണ് വരുന്നത്. യെസ്, നമ്മൾ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രമാണ്. ഒരു 300-400 മീറ്റർ മാറിയിരിക്കുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഏകദേശം തൊട്ടടുത്തെത്തി സ്പോട്ടിലേക്ക്. എന്തായാലും ഇതാ അടക്കുന്ന പുല്ല്. ഇതല്ലേ സോറി, ഇതല്ല. പുൽക്കൂടിൻ്റെ പുല്ല് എവിടെയുണ്ട്? അവിടെയുണ്ട് ഞങ്ങൾ. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരാൾ വിളിച്ചുകൊണ്ട് വന്നത്. അതെത്ര എന്ന് പറഞ്ഞ് നടക്കും. അത് പൊഴിഞ്ഞു പോകും പെട്ടെന്ന്. കീർത്തി പറഞ്ഞത് പുൽക്കൂട് ഈ പുല്ലിൽ വയ്ക്കാമെന്നാണ്. ഈ പൂവിൽ ബെസ്റ്റ് ആയിരിക്കും. അതല്ലേ ഈ പുല്ല്? യെസ്, കണ്ടോ, അതാണ് ക്ഷേത്രം. അപ്പോൾ ഇതാണ് സ്പോട്ട്. അതുകൊണ്ട് അതാ നിൽക്കുന്ന പുല്ല് കണ്ടാ. എവിടെ ഫോട്ടോ എടുക്കാനാ? അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത് ഇനി ഫോട്ടോ എടുക്കാൻ ഇവിടെ വന്നാൽ മതിയല്ല. അങ്ങമലയിലൊക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ഫോട്ടോഷൂട്ട് ഇവിടെ ആക്കാം. അടുത്ത ഫോട്ടോഷൂട്ട് ഇവിടെ ആക്കാം. യെസ്, അപ്പോൾ പുല്ല് നിൽക്കണണ്ടാ നീ? പുല്ല് നിൽക്കണണ്ടാ നീ? അതാണ് ആ പുല്ല്. ഇതിൻ്റെ പുല്ലാണ്. നമുക്ക് അതിൻ്റെ തന്നെ അവിടെ നിന്ന് ഒരു നോക്കാം. എന്തായാലും അടക്കാം. വെട്ടു. അതിനൊക്കെ എടുത്തോണ്ട് ഇതിനകത്തിരിക്കും. ഞാൻ എടുത്ത് ആയുധങ്ങൾ എനിക്കറിയാം, വെട്ടിക്കൊണ്ടുപോയിരിക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെട്ടാൻ വന്ന പുല്ലുകളെല്ലാം വെട്ടിക്കൊണ്ട് പോയി. ഈ തെന്നിയും തെറിച്ച് നിൽക്കുന്ന പുല്ലുകൾ അവിടെ മൊത്തം പുല്ലായിരുന്നു, പക്ഷെ എല്ലാം വെട്ടിക്കൊണ്ടുപോയി. ദിവസമായില്ല, അത് തന്നെ പുല്ല്. ഇനി ഒരു സൈഡിൽ നിന്ന് വെട്ടാം. ഒടിച്ചെടുക്കണം താഴ്ന്ന്. അതിൽ നിന്ന് കത്തിയെടുക്കൂ. കീർത്തി കത്തി എടുക്കുകയാണ്. നമുക്കൊരു ചെറിയ പുൽക്കൂട് വയ്ക്കാൻ തന്നെയല്ലേ, അത് കുഴപ്പമില്ല, കുറച്ചെടുക്കാം. അപ്പോൾ ഇനി വാ നിക്ക് ക്ലോസ് പറയാൻ പറ്റാതെ. വെട്ടിക്കോ. യെസ്, അതല്ല പുല്ല്, ഇത് വയ്ക്കുമല്ലേ, അത് പുല്ല് തന്നെ. അതല്ല, ഇതാണ് അവിടെ മേളിൽ നിന്ന്, ഇത് വേറെ പുല്ല്. അതാണ് പുൽക്കൂടിൻ്റെ പുല്ല്. അങ്ങനെ എന്താണ് കീർത്തി, കുറച്ച് പുല്ല് കിട്ടിയല്ലേ? കുറച്ച് പുല്ല് കിട്ടി. ഇത് തന്നെ വാറ്റുപുല്ലെന്ന് പറഞ്ഞ സാധനമാണ്. ഇത് അതിലുള്ള പൂവാണ്. വാറ്റാൻ പറ്റും വീട്ടിൽ പോട്ടെ. യെസ്, അങ്ങനെ ഇത്രയും പുല്ലായിട്ടുണ്ട്. ബാക്കി ഇനി ഒരു സൈഡിൽ നിന്ന് അതാ ചെറിയതൊക്കെ വെട്ടിയെടുക്കും കേട്ടോ. ചെറുതെല്ലാം വെട്ടിയെടുക്കും, ഒന്നും കളയണ്ട. കുറച്ച് കിട്ടിയുള്ളൂ. അത് ഇതിൽ ചവിട്ട് നേരെ തിരിച്ചു വിടാം. തിരിച്ച് താഴോട്ട് അങ്ങനെ പോയി. അതെല്ലാം എടുക്കാം എളുപ്പം. നീനകത്ത് പോയിട്ട് അവിടെ നിന്നൊക്കെ വെട്ടാം. എടുത്താലും ഞാൻ അകത്തോട്ട് പോയി നോക്കാം.
നേരത്തെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലേ ഈ പുല്ല് കണ്ടത് അല്ലേ ഓർമ്മ വന്നത് ഇല്ലേ? ഇതെല്ലാം വെട്ടിക്കൊണ്ട് പോയണ്ടാവും. ഇത് കിട്ടൊക്കെ നിന്നല്ലേ വെട്ടിക്കൊണ്ട് ഇല്ല. എൻ്റെ അങ്ങനത്തെ ക്ലോസ് ഞാൻ ഫോൺ പിടിക്കണ വേണ്ട അല്ലാതെ എടുത്താൽ വേണ്ട. ഇതിൽ നിന്നൊക്കെ വെട്ടിക്കൊണ്ട് പോയി. ശരിക്കും പുല്ലുണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കൊണ്ട് പോയി. എന്താണ് ആരുന്നിയാ? ആ പല്ലെവിടെ? രക്ഷി. ആ വെട്ടിക്കോ. കീർത്തി കഷ്ടപ്പെട്ട് അത് എന്തിനാണ് അതെന്തിനാണ് നീ വെട്ടണേ? ഇതാണോ വയ്ക്കുവല്ലിനാ? ഇതാണോ പുൽക്കൂട്ടിനെടുക്കണേ? ഇതാണോ പുൽക്കൂട്ടിനെടുക്കണേ? ഇതാണോ പുൽക്കൂട്ടിന് ഇല മാറ്റാൻ എടുക്കുന്നത്. ഈ പുല്ല് തണ്ട് കളയാൻ വേണ്ടി എടുക്കണേ. പൂവാണ് പുൽക്കൂട് വയ്ക്കാൻ എടുക്കണേ. അതാണ് ഇത് എടുക്കണത്. ഉണ്ടോ ഇത്രയും പൂ ഇവിടെ അതങ്ങനെ വെട്ടിയിട്ട് കാര്യമില്ല. കുറച്ച് ലെങ്തി കിട്ടണം, എന്നാലും വെട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. ഈ ലെങ്തി കിട്ടിയാൽ 2 സെക്ഷനായിട്ട് വയ്ക്കാൻ പറ്റും. അത് വെച്ചോ. പക്ഷെ എന്നാലും നമ്മളെ ഈ പുല്ലെല്ലാം വെട്ടിക്കൊണ്ട് വിൽക്കണമെങ്കില്ല പ്രതീക്ഷകളിൽ. അതുകൊണ്ട് അതിനകത്തൊരു അതാ കുറച്ച് നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കുന്നു. അത് അടുത്ത ആള് അംഗത്തിനിറങ്ങിയിട്ടുണ്ട്. അകത്ത് എവിടെ നിൽക്കുന്നു? പക്ഷെ നിങ്ങൾ കണ്ണിന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും കാണാൻ നല്ല ഒരു, പക്ഷെ ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ല. നേരിട്ട് കാണുമ്പം എന്തൊരു അതിമനോഹരമായ പ്രകൃതി. നമുക്ക് ഇത്രയും നല്ലൊരു പ്രകൃതി തന്ന ദൈവത്തിന് 1000 നന്ദി. സൂപ്പർ തന്നെയല്ലേ? തന്നെ ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലേ? ആ വെയിലടിക്കുന്നത് നല്ല രസമുണ്ടല്ലേ? ഇവിടെ മലമുകളിൽ ഒരാൾ അതാ സൂം ചെയ്ത് അതാ നിൽക്കുന്നു. ഇവിടെ ഉണ്ടല്ലേ ശരിക്കും? ഇവിടെ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഇഷ്ടം പോലെ ഇവിടെ നിപ്പുണ്ട് മുകളിലോട്ട്. അവിടേക്ക് വേണ്ട താപ്പ. നമ്മൾ കാണുന്ന കണ്ണുകൊണ്ട് ഫോണിൽ നോക്കുമ്പം അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നില്ല. കുറച്ചുകൂടെ കഴിയണം. വെൽപ്പോടെ താന്ന് വരുമ്പം ചുവന്ന ലൈറ്റ് വരും. ഇപ്പൊ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ. അതെ എന്ത് ഭംഗിയല്ലേ! ആ വെള്ളപ്പൂവിനേക്കാളി റെഡ് കുറച്ചുകൂടി ഒരു ചന്തമുണ്ട് കാണാൻ. അപ്പോൾ ആദ്യം ഏതാ പുല്ല്? ആ വലിയ പുൽക്കൂട് വയ്ക്കണേതാ? ഇതിന് തികയണത് വയ്ക്കല്ലേ? പുല്ല് ഇതുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഇഷ്ടം പോലെ ഇരിക്കണം മുകളിൽ. അതവിടെ ഇരിക്കട്ടെ, അത് പോയി എടുത്തിട്ടോ. അത് പിച്ചത്തി വേണ്ടേ? നോക്കട്ടെ, അങ്ങ് ആ സൈഡ് കുഴിയാണ്. ഇതാണ് നമ്മുടെ ആ പാറമടയിലെ സ്പോട്ട്. കണ്ട കുളം മീൻ പിടിച്ചോണ്ട് നിൽപ്പുണ്ട് കുറേ ടീംസ്. പിന്നെ അതാണ്ട ഇതിപ്പോൾ ഓടിച്ചെടുത്ത പുല്ലാണ്. ആദി യാ യെസ് ആദി മുഖം മറച്ചിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണില്ലേ ക്യാമറയിലോട്ട്. അവിടെ ആ ക്യാമറയിൽ മുഖം അങ്ങോട്ട് മറച്ച് വിടാം. പൊടി അങ്ങോട്ട് മറച്ച് വെച്ചിട്ട് അത് മാറ്റി ചിരിക്കണേ, പുല്ല് മാറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്സാണ് എടുക്കുന്നത്. യെസ്, ഒരാളിവിടെ തകൃതിയായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അറിയണത് ഒരാൾ വേണ്ട പുല്ല് വെട്ടി തളർന്നത് താപ്പയാ. ഓക്കെ, ആ സൈഡിലൊന്നും പോകരുത്. അങ്ങനെ കാട്ടിനിടയിൽ കൂടെ പന്നി നെരിച്ചിട്ട് പോകുമ്പോൾ അതാ കീർത്തി പുല്ല് വെട്ടാനായിട്ടുള്ള കഷ്ടപ്പാടും തത്രപ്പാടും. ആ മുള്ളുണ്ട്, മുള്ളൊക്കെ ഉണ്ടാ? അവരമ്മ വന്നു. യാ അതേതാ താമ വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. അടുത്ത അമ്മ ഓടിക്കാൻ പോകുന്നു. കുറച്ച് അപ്പം ചമ്മിയാ പോടെ ചെള്ളിച്ചക്ക. യെസ്, അങ്ങനെ പുൽക്കൂടിൻ്റെ പുല്ല്, നമ്മുടെ പുൽക്കൂട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ലാസ്റ്റ് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇതിൽ പുൽക്കൂട് ഇന്ന് പുൽക്കൂട് വെക്കുന്നതൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. അവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം അല്ലേ? യാ, അപ്പോൾ പുൽക്കൂട് വെക്കുന്നതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇന്ന് കുറേശ്ശെ പണിയാ, 2-3 ദിവസം ആകും പണി തീരാൻ. ഏത് രൂപങ്ങളൊക്കെ വാങ്ങിക്കാം. അങ്ങോട്ട് പോടാ. നോക്ക്
യെസ്, അങ്ങനെ വേണ്ട. ഇതാണ് നമ്മളെ പുൽക്കൂടിൻ്റെ പുല്ല്. പക്ഷേ ഓരോരുത്തർ ഇപ്പോൾ പഴയ മോഡലല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ വൈക്കോലിൻ്റെ പുല്ലൊക്കെയാണ് പുൽക്കൂട് വയ്ക്കുന്നത്. പക്ഷേ കറക്റ്റ് പുൽക്കൂടിൻ്റെ പുല്ലെന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇതിലാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പുൽക്കൂട് വെച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുൽക്കൂട് ഇതിൽ വയ്ക്കുന്നു. എവിടെ വെച്ചോടിക്കും? ആ നെറ്റിൻ്റെ അവിടെ വെച്ചോടിക്കണം. ആണ്ടാ പൊടിങ്ങാ, നീ അവിടെ നെറ്റിൽ വെച്ചോടിടാ. നെറ്റിൽ ഇങ്ങനെ നോക്കി, ഞാൻ കാണിച്ചു തരാം. ഈ നെറ്റ് കണ്ടാ, നെറ്റിൻ്റെ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടാ, നെറ്റിൽ നിന്ന് പൊട്ടി വന്നാണ്ടാ. എന്താണ് കീർത്തി, എന്താണ് സംഭവം, എന്താണ് എന്തോ? ഓക്കെ, കുറേ പുല്ലായി. എന്തായാലും ഒരു ചെറിയ പുൽക്കൂടിനുള്ളതായി. അപ്പോൾ കുറച്ചുകൂടെ കിട്ടിയാൽ വലിയ പുൽക്കൂടിനുള്ള വയ്ക്കാം അല്ലേ? എന്തോ വെട്ടി വെച്ചിട്ട് പോയാൽ ആരെയും എടുത്തു വന്നല്ലേ? കുറച്ച് കിട്ടി, കുറച്ച് പുല്ല് കിട്ടി. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും ആയില്ല. ബാക്കിയെല്ലാം കൂടെ എടുക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ 2-3 തരമുണ്ട് കേട്ടോ. നമ്മൾ എടുത്തതാണ് കറക്റ്റ് വാറ്റ് പുല്ല്. ഇത് വേറെ തരമാണ്. അത് പുൽക്കൂടിൻ്റെ തന്നെ. അത് പക്ഷേ ചെറുത്, അതല്ല, അത് പുൽക്കൂടിൻ്റെ അല്ല. കണ്ടോ, ഇത് പുൽക്കൂടിൻ്റെ പുല്ലല്ല. കണ്ടോ, ഇത് പുൽക്കൂടിൻ്റെ അല്ലേ? ഈ പുല്ല് പുൽക്കൂടിൻ്റെ അല്ലേ? അല്ലല്ല, ശരിയാണ്. ഇത് അതിൻ്റെ ഇല കണ്ട, ചെറിയ ഇല. പക്ഷേ പുൽക്കൂടിൻ്റെ ഇലയുടെ ഇത് എന്താ, വാറ്റ് പുല്ലിൻ്റെത് ഇത്. പക്ഷെ നല്ല മണമായിരിക്കും ഇതിൻ്റെ ഇല. ആന്തിരി നിൻ്റെ മോയുടെ അതല്ല പുൽക്കൂടിൻ്റെ അല്ല. അങ്ങനെ അതാ ഐത്രസുട്ടി വരുന്നുണ്ട്. അങ്ങനെ ഇതാ പുല്ല് വെട്ടിയിട്ട് അവരിതാ പോകുന്നു. ഇതാ നമ്മളിതാ ഇവിടെ എത്തി. എന്താ എൻ്റെ കൈ നിറയെ പുല്ലായി. ഇനി ബാക്കി പുല്ല് അവിടെ വെട്ടി വെച്ചിരിക്കുന്ന പുല്ല് എടുക്കണം. കൈ നിറയെ അമ്മ അവിടെ നിൽക്കി. ഇത് നീ ഇതുവഴി കയറി, ഇതുവഴി കയറി. ഒരു ഷോർട്സിന് വേണ്ടിയുള്ള ഒരു സീൻ എടുക്കാൻ ഇതാ ഇതുവഴി പോകുന്നു. ഒരു കാട് തെളിച്ച് വരുമ്പോഴാണ് ഞാൻ വന്നത്. എൻ്റെ കാലിൻ്റെ ചെരുപ്പിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ഒരു ആണിയൊക്കെ കുത്തി കയറിപ്പി. ഇത്രയും പുല്ല് കിട്ടി. അത് നല്ല ഫോട്ടോയൊക്കെ വേണ്ടേ? എല്ലാം കൂടെ ഇത്രയാ ഉദ്ദേശം അത്ര ആയില്ല. ഇതിൻ്റെ ഒരു പങ്കൂടെ ഉണ്ടെങ്കിൽ ഒരു വിധം സെറ്റാകും. ചെറിയ പുൽക്കൂടൊക്കെയാ, ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറച്ച് പുല്ല് ഉള്ളൂ, പൂ കുറച്ച് കിട്ടുള്ളൂ. കീർത്തി എങ്ങോട്ട് പോണേ? അത് ഇത് മുള്ളാണ്ട് ആരും പോലത്തെ. കുഴപ്പമില്ല, എൻ്റെ കാര്യം കൊണ്ട് മുള്ളും അതിൻ്റെ നാരാരം പോലത്തെയാണ്. കഷ്ടപ്പാട്. ഇനി പതുക്കെ പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ ഉള്ള പല്ലൂടെ പോകും. ഒരു കത്തി നടപ്പുണ്ട്. അതാ പോകുന്നു മല്ലയ്യ. മലയും ചൊറന്ന അതവിടെ കട്ട് ചെയ്യണം കേട്ടോ. ആദ്യം കൂടെ അമ്മച്ചിരി കൂടെ എങ്ങനെ കിട്ടി. നമുക്ക് നേരെ വീട്ടിൽ ബാക്കി പുൽക്കൂട് വെക്കാം. പുല്ലൊന്ന് കാണിച്ചു കൊടുക്കും. പുല്ലൊന്ന് കാണിച്ചു കൊടുക്കും. അയ്യോ ചത്താലേ ഇപ്പൊ സ്റ്റെപ്പ് ഇട്ട് കിടക്കുവരും തറയില്. ഹോയ് ഹോയ് മല്ലയ്യാതെ പോകുന്നു. ഹലോ കുട്ടാ, എന്താണ് രാത്രി? നമ്മൾ രാത്രി ആയല്ലേ പുല്ലൊടിച്ചോണ്ട് വന്നിട്ട്, പിന്നെ പിറ്റേ ദിവസമാണ് അത്. പിറ്റേ ദിവസം രാത്രിയാണല്ലേ നമ്മൾ വീഡിയോ എടുക്കണേ അല്ലേ? അത് പുൽക്കൂടിൻ്റെ തൻ്റെ ബാക്കി പുല്ല് ക്ലീനിങ് ആണ്. കാട് അതിനകത്തുള്ള വേസ്റ്റ് ഇലയൊക്കെ ക്ലീൻ ചെയ്യുന്നല്ലേ? അതാണ്. അതെല്ലാം എടുത്ത് കളഞ്ഞ അതിൻ്റെ ഇലയും അതുപോലെ എടുത്ത് ഇല കളയുന്നതാണ്, പൂ മാത്രമാക്കി മാറ്റുന്നതാണ്. ആദ്യം ഇവിടെ ഒരു സൈഡിൽ പണിയുണ്ട് അല്ലേ? അത് കൊള്ളാം. ഇപ്പം വേണ്ട, ആദ്യം അതിലുള്ള ഇലയെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ ഇതെല്ലാം അങ്ങനെ ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ അടുത്ത് പുൽക്കൂട് വയ്ക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് നമ്മൾ പുൽക്കൂട്. വേണ്ട ഇതിന് ഇവിടെ ആയിട്ടാണ് പുൽക്കൂട് പ്ലാനിങ്. നീ വന്നതിന് ശേഷം ആദ്യമായിട്ട്. പണ്ട് ഞാൻ വയ്ക്കുമായിരുന്നു പുൽക്കൂട് കല്യാണത്തിന് മുമ്പൊക്കെ. അതിന് ശേഷം ഇപ്പോഴാണ് പുൽക്കൂട് വയ്ക്കുന്നത്. അപ്പോൾ ഫുള്ള് ക്ലീനിങ് ആണ്. ക്ലീനിങ് ചെയ്യാനുണ്ട്. കണ്ട എല്ലായിടം വേസ്റ്റ്, കാരണം പണി നടന്നു. ഏത് അങ്ങനെ തള്ളു. അതാ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും കണ്ടോ
ഇതുപോലെ അതെ മാറ്റി അതായത് ഇതുപോലെ ഇത്ര രസമായി ക്ലീൻ ചെയ്ത്. അത് പൂ മാത്രമാണ്, ഇലയെല്ലാം എടുത്ത് കളഞ്ഞ് വേണ്ട. അത് ഇല കളഞ്ഞതാ? യെസ്, അടിപൊളി, കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇല കളഞ്ഞ തന്നെ. അപ്പോൾ ബാക്കി ഇവിടെ ചെയ്യണം. അപ്പോൾ ഇനി എൻ്റെ പണിയിലോട്ട് ഞാൻ പോട്ടാ. എനിക്കിനി ഇതാ കട്ടർ റെഡി ആയിട്ടുണ്ട്, തടിയെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, എന്താണ്? ഓക്കെ, അത് മലയിൽ പോയി വെട്ടിക്കൊണ്ടുവന്ന പുല്ല് ഇതെല്ലാം വെട്ടിക്കൊണ്ടുവന്ന്. എവിടെ അയക്കണ്? ബിദിരല്ല. അപ്പോ അങ്ങ് പോണ്ടേ. അപ്പൊ എന്തിനാണ്? ഹലോ, അതായത് നമ്മള് പുല്ല് വെട്ടിക്കൊണ്ടുവന്ന പുൽക്കൂടിന്റെ, പക്ഷെ പുല്ല് തേങ്ങില്ല. അത് കാരണം നമ്മളിപ്പോ കുറച്ച് വേറെ പണികളൊക്കെ ചെയ്യുകയാണ്. നുറുക്ക് പണികൾ, വേറെ ഇലയാണ്. അത് വെച്ചിട്ട് സൈഡൊക്കെ മറിച്ചിട്ട് ടോപ്പ് മാത്രം പുല്ല് വെച്ച് കാണുമ്പോൾ ഒരു പഴയ കാല വീട് പോലെ സെറ്റ് ചെയ്തെടുക്കാം. കുടില് പോലെ അതാണ് പ്ലാനിങ്. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. രാവിലെ തുടങ്ങി ഇന്ന് ഇതാ പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ദിവസം. മറ്റേ പുൽക്കൂടിന്റെ പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഇതുവരെ കണ്ടപ്പോ നിനക്ക് എങ്ങനെ തോന്നണം? എന്ത് തോന്നണ? കണ്ടപ്പോ കൊള്ളാന്ന് തോന്നണ്, പറയാൻ പറ്റൂ. അതാണ് പണി തീരുമ്പോ അറിയാല്ലേ. നോക്കാം എവിടെ വരെ പോകുന്നറിയുന്നുണ്ട്. ഇന്നുകൊണ്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം മൊത്തം. പുല്ലെല്ലാം ഉണങ്ങി തുടങ്ങി. അതുകൊണ്ട് ഇന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എല്ലാം ഫിനിഷ് ചെയ്യും. അപ്പൊ ഇനി അടുത്തത് കുറച്ച് പണി കൂടി ആയതിനു ശേഷം നമുക്ക് കാണിക്കാം. അങ്ങനെ 2-3 ദിവസത്തെ പണി കഴിഞ്ഞ് നമ്മളെ പുൽക്കൂടിന്റെ പണി തീർന്നു. ഏതുവരെയായി? ഫിനിഷ് ആയില്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കുഞ്ഞ് പുൽക്കൂട്. നമ്മൾ 2-3 ദിവസം 3-4 ദിവസം മെനക്കെട്ട് മലയിൽ പോയി പുല്ലും വെട്ടി ലാസ്റ്റ് ഓരോന്നോരോന്ന് അത് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്തില്ല. ഏതാണ് വൈക്കോല്? ആ സ്വരൂപങ്ങളിരുന്ന ഇതിലുള്ളത്. അപ്പോൾ കറക്റ്റ് ചെയ്ത ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. പക്ഷേ കുറേശ്ശെ ചെയ്ത് 3-4 ദിവസം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് പണി തീർത്തത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ലൈവ് ചെയ്ത് എല്ലാം നമ്മുടെ സീരിയൽ സെറ്റും എല്ലാം ഇട്ടത് എല്ലാം കാണിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ആദ്യം? സൂപ്പറാ, ഇഷ്ടപ്പെട്ടാ? ആദ്യമായിട്ടല്ലേ പുൽക്കൂട് വയ്ക്കുന്നത്? എന്താണ് അങ്ങനെ? അപ്പൊ ഞാൻ മെനക്കെട്ടതിന് കൊള്ളാം. കാണാനാണ്, അത് ശരിയാണ്. ഇത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ താഴെ നമുക്ക് വെക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ താഴെ വെക്കാൻ പറ്റില്ല, പിള്ളേരെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊക്കത്തിൽ വെച്ചത്. തേനയൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ പോണ സെറ്റപ്പ് കൂടെ ഒക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഇപ്പൊ ഒരു ത്രികോണം പോലെ പുല്ല് തികയാത്തതുകൊണ്ടാണ് നമ്മള് ഈ ഇലയൊക്കെ വെച്ച് സൈഡൊക്കെ മറച്ചത് ഇങ്ങനെ സെറ്റാക്കി. ഉണങ്ങിപ്പോയി. പച്ചയായിട്ട് നല്ല ചന്തം ഉണ്ടായിരുന്നു. അത് തന്നെ, പച്ചയായിരുന്നു അല്ലേ? അല്ല, ഉണങ്ങിയപ്പോ തന്നെ കൊള്ളായിത്തേക്കൂടെ ലുക്കുമായിരുന്നു. ഉണങ്ങിയ ശേഷം തന്നെ അത് പോകും സൈഡിൽ. ഇല അതാണ് തയ്ച്ച് നമ്മള് സീരിയസ് ഇട്ടത് ഓരോന്നിട്ട് അടിച്ചു പോണു. അതാണ് നമ്മളിട്ട സീരിയൽ സെറ്റൊക്കെ കുറെ അടിച്ചു പോയി. അപ്പോൾ മണല് സെറ്റ് ചെയ്തിട്ടാണ് അകത്ത് നമ്മൾ സ്വരൂപങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. 4 നമ്മളെ സീരിയൽ സെറ്റ് അടിച്ചു പോയി. യെസ്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഇതാണ്. അപ്പോൾ എന്തായാലും പുൽക്കൂട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നമ്മൾ ഈ കുഞ്ഞു പുൽക്കൂട്? യെസ്. ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ ഈ പുൽക്കൂട് ചെയ്ത് കാണുന്നത്? കീർത്തിയും ആദ്യമായിട്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്തിരുന്ന ആദ്യമായിട്ട് വെച്ചിട്ടില്ല. യെസ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറയടാ ആദ്യം. എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബറും ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും യെസ്. അപ്പോൾ ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.